അള്ളാഹു ലോകത്ത് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. കാരേറ്റി ശബ്ദം ശ്രമിക്കാമെന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ചെറിയുടെ ചുണ്ടിന്റെ ഭാഗം അങ്ങോട്ട് വിടർന്നു വരുമ്പോൾ ആ മുഖത്ത് വെളിവാകുന്ന ഒരു നടുപുഞ്ചിരി കൊണ്ട് നൂറുകണക്കിന് നിന്നെ വീക്ഷിക്കുന്ന സഹോദരങ്ങളുടെ, നിന്നെ നോക്കുന്ന സുഹൃത്തുക്കളുടെ മനസ്സിന്റെ സങ്കടവും വ്യതയും വേവലാതിയും ആവലാതിയും ആ പുഞ്ചിരി കൊണ്ട് നീങ്ങിപ്പോകുമെങ്കിൽ ലോകത്തിതുപോലെ പുഞ്ചിരിക്കുവാനും ചിരിക്കുവാനുമുള്ള കഴിവ് കോടി സൃഷ്ടി സരാസരങ്ങള് ലോകത്ത് പടച്ച തമ്പുരാൻ മനുഷ്യവർഗമാകുന്ന എനിക്കും നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഘടനയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ കൊത്തി നിറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങളുടെ രാജകുമാരനായി മനുഷ്യവർഗത്തെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് എന്ന് അതിലൂടെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് അതത്ര നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതിന്റെ മജ്‌ലിസിൽ നിർബന്ധമായും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമുക്ക് മാത്രമേ ചിരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നിങ്ങൾ ചിരിക്കാത്ത അഹങ്കാരികളെയൊക്കെ ബക്കറ്റ് കളക്ഷന് മുമ്പ് തന്നെ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞു വിടും. കാരണം അവര് നമ്മുടെ നാടിന് ശാപമാണ്. കാരേറ്റ് പള്ളിന് 3 നിലയല്ല 300 നില കിട്ടിയാലും അങ്ങനെ ഒരാൾ ആ പള്ളിയുടെ പരിസരത്തുണ്ടെങ്കിൽ നന്മകൾ വീണുടഞ്ഞു പോകും, ചീട്ടുകൊട്ടാരം പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിരിക്കാൻ പഠിക്കണം ഞാനും നിങ്ങളും. ചിരിക്കാനെന്ന് നമുക്കറിയില്ല. കുറെ പണം വന്നാൽ പിന്നെ വലിയ ഗൗരവം മനസ്സിലേക്ക് വരും. ലോകത്ത് ചിരിക്കാൻ മനുഷ്യന് മാത്രമേ കഴിവ് കൊടുത്തിട്ടുള്ളൂ. എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടികൾ ചിരിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും? ചിരിക്കുന്ന മത്സ്യം എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. എന്നറിയുമോ? ചിരിക്കുന്ന ഒരു മത്സ്യമുണ്ട്. എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ആകാതെ വല്ലതൊക്കെ പഠിക്കണം, സ്കൂളിലൊക്കെ പോകണം, ചുമ്മാ പറഞ്ഞിടക്കാതെ. ലോകത്ത് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്. ഡോൾഫിൻ എന്നാണ് അതിനെ കുറിച്ച് പറയപ്പെടുക. ഡോൾഫിൻ. അത് ചിരിക്കുന്ന മത്സ്യം എന്നതിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ ആ മത്സ്യത്തിന്റെ ചുണ്ട് വിടർന്നു വരുന്നത്, ആ മത്സ്യത്തിന്റെ മുഖഭാഗം കാണുമ്പോൾ ചിരിക്കുന്ന പോലെ തോന്നുന്നത്, ശാസ്ത്രലോകം പറയുന്നത് യഥാർത്ഥത്തിൽ ആ മത്സ്യം ചിരിക്കുന്നതല്ല. പിന്നെ ഈ മത്സ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വരുന്നത് കൊണ്ട് അത് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. മദ്രാസിൽ ഒരു വലിയ പാർക്കുണ്ട്. അവിടെ അതിന്റെ മുമ്പേ ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ആ കാവൽക്കാരനെ ആരെങ്കിലും ചിരിപ്പിച്ചാൽ ആ പാർക്ക് മുഴുവനും കറങ്ങി നടക്കാനുള്ള പാസ് അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ചിരിക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ചിരിക്കാതെ നിൽക്കും. സന്ദർശകരൊക്കെ വന്ന് പല തമാശകൾ പറയും, ഇക്കിളിപ്പെടുത്തും, പല രൂപഭാവങ്ങൾ വ്യത്യാസപ്പെടുത്തും. അയാൾ ചിരിക്കുകയില്ല. ചിരിച്ചാൽ അയാൾക്കും അയാളുടെ കൂടെ വന്നവർക്കും പാർക്ക് മുഴുവനും ചുറ്റി സഞ്ചരിക്കുവാനുള്ള 10,000 കണക്കിന് രൂപയുടെ ടിക്കറ്റ്, പാസ് ഫ്രീ ആയിട്ട് ലഭിക്കും. പക്ഷെ അത് അയാൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പൊ നമ്മൾ അറിയണം, ചിരി എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ മനുഷ്യനും മാത്രം അല്ലാഹു കൊടുത്തിരിക്കുന്ന മറ്റൊരു കഴിവുണ്ട്. എന്തെന്ന് പറയാൻ പറ്റുമോ? ചിരി പോലെ തന്നെ മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്ത മറ്റൊരു കഴിവുണ്ട്. പറയാൻ പറ്റും? തലേ കരയണത് ഇപ്പൊ പട്ടിക്കുരയിലൊക്കെ മനുഷ്യൻ ചിരിക്കുന്നത് മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്ത കഴിവ് പോലെ, മനുഷ്യന് മാത്രം അല്ലാഹു പടച്ചതമ്പുരാൻ കൊടുത്ത മനോഹരമായ മറ്റൊരു കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പറയാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് കരുനാഗപ്പള്ളി തഴവ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തഴവ ഉസ്താദിന്റെ പരിശുദ്ധമായ വചനങ്ങളേക്കാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ ആദ്യമായിട്ട് ആ മഹാനുഭാവന്റെ പേര് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ സദസ്സിനെ നീ വിജയിപ്പിക്കണേ അല്ലോ. ഇതിനെന്ത് താടികക്കുടങ്ങളുടെ മുകളിലേക്ക് ആത്മീയതയുടെ ചിറക് വെച്ച് പറന്നുപോയ നക്ഷത്ര ശോഭയായി വെട്ടിപ്പിളങ്ങിപ്പോര ബഹുമാനപ്പെട്ട ഒരു വര്യന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരണേ അല്ലോ. ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ഫിസ്സമാ, മനുഷ്യന് മാത്രം റബ്ബ് ചെയ്ത തകറുമാ. ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടിതരാജനങ്ങളെ എവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്.
ഏത് സെറ്റിയെടുപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ജീവിക്കും അല്ലാഹു പടച്ചതമ്പുരാ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. അത് മനുഷ്യന് മാത്രമാണ്, മനുഷ്യന് മാത്രമാണ്, മനുഷ്യന് മാത്രമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ അത്ഭുതങ്ങൾ മുഴുവനും കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യവർഗത്തിന്റെ അണികളായ അനുചരന്മാരായ അനുഭാവികളായ എന്റെ പ്രിയപ്പെട്ട കാരേറ്റ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യരെ, അല്ലാഹു തന്ന അത്ഭുതമാണ് ചിരി എന്ന് പറയുന്നത്. അല്ലാഹു തന്ന അത്ഭുതമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പുണ്യമാണ്. അല്ലാഹു മനുഷ്യന് എന്തുമാത്രമാ അത്ഭുതത്തിലൂടെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്യൽ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മനുഷ്യന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അമലുകളെ കുറിച്ച് പ്രസംഗിച്ചാൽ നാളെ രാവിലെ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും, ഇന്നലെ ഉസ്താദ് പ്രസംഗിച്ചിട്ട് നീ പോയി കേട്ടതല്ലാതെ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. ഉസ്താദ് ഇന്നലെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാളെ രാവിലെ 10 വരെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയാം, എന്നാലും ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ അമൽ ചെയ്തിരിക്കാൻ നല്ലതുപോലെ ചിരിച്ചാൽ മാത്രം മതി. ഈ പഠിച്ചതുപോലെ പ്രവർത്തിച്ചതിന്റെ പുണ്യം വരെ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. ചിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കരയുമ്പോൾ അവന്റെ പേശികളുടെ എണ്ണം ശാസ്ത്രലോകം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ 45 പേശികളാണ് ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ 45 പേശികൾ ഒരുപോലെ പ്രവർത്തിക്കും അവന്റെ ശരീരത്തിൽ. 45 പേശികൾ സംസാരിക്കുമ്പോൾ. ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ? സംസാരവാ, പ്രസംഗവാ. ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി പ്രസംഗവാ. ഇന്ന് ഏത് മുജാഹിദീങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞത് പ്രഭാഷകനാകണം എന്നാണ്. ആരെ പോലെ ആകണമെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് പേരുകൾ അവർ പറയും. അതിൽ ചിലപ്പോൾ ഈ വിനീതൻ ഉണ്ടാവും. പക്ഷെ എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ്, അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇതുപോലെ നെഞ്ചു വിരിച്ച് നിന്ന് പ്രസംഗിക്കണമെങ്കിൽ തൊലിക്കട്ടിയോടൊപ്പം മനക്കെട്ടിയോടൊപ്പം ഏറ്റവും വലിയ ഈമാനും ആർജവവും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയിട്ട് റബ്ബർ ഓട്ടാൻ പോകേണ്ടി വരും. ചെറിയ കാര്യമല്ല. എന്തൊക്കെയാ പറയാ, എന്തൊക്കെ പറയും. 45 പേശികളാണ് എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലൊക്കെ ചില രാഷ്ട്രീയക്കാരോട് സംസാരിച്ചാൽ അവർ തിരിച്ചു മറുപടി പറയില്ല, സംസാരിക്കാൻ കഴിയില്ല. കാരണം എന്താ? 3 ദിവസം വണ്ടിയിൽ ഇങ്ങനെ പബ്ലിസിറ്റി നടത്തിയത് കൊണ്ട് തൊണ്ടയൊക്കെ അടച്ചു പോയതാ. ആലോചിച്ച് നോക്കി. അള്ളാഹു ചെയ്ത അപാരമായ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ശരീരത്തിന്റെ 45 പേശികളാ പ്രവർത്തിക്കുന്നത്. ആ 45 പേശികൾ ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരുപാട് ഊർജം നഷ്ടപ്പെടുകയാ. അവന്റെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യം ക്ഷയിച്ചു പോവാണ്, നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ കരയുന്നെങ്കിൽ അവന്റെ ശരീരത്തിലെ 25 പേശികളാ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ പൊട്ടിക്കരയുമ്പോൾ, ഒരു മനുഷ്യന്റെ കണ്ണീരൊഴുകുമ്പോ അവന്റെ ശരീരത്തിന്റെ 25 പേശികളാ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാലോ, ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാൽ അവന്റെ ശരീരത്തിന്റെ 15 പേശികൾ മാത്രമാ പ്രവർത്തിക്കുന്നത്. സംസാരിക്കുന്നതിനേക്കാളും കരയുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ളത് ചിരിക്കാനാണ്. ശരീരത്തിന്റെ 15 പേശികൾ മാത്രം പ്രവർത്തിക്കുമ്പോ ഒന്ന് ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത പ്രിയപ്പെട്ട സമുദായമേ, പണത്തിന്റെ പവർ കൊണ്ട് ചിരിക്കാൻ മറന്നുപോയ പ്രിയപ്പെട്ട സമുദായമേ, പണത്തിന്റെ ഘടക കൊണ്ട് ചിരിക്കാൻ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ പുഞ്ചിരിയുടെ ലാളനയുടെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ ഇഖ്ലാസിന്റെ താഴ്മയുടെ വിനയത്തിന്റെ പാതയിലേക്ക് കടന്നവരാ. നോട്ടുകെട്ടിന്റെ പിൻബലമില്ലാതെ, അധികാരത്തിന്റെ ആൽബലമില്ലാതെ, താഴ്മയുടെ നിറകുടമായി ലോകത്തിന്റെ നാനാഭാഗത്ത് പുഞ്ചിരി കൊണ്ട് സ്വർഗം പണിഞ്ഞ സ്നേഹനായകനെ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ച മാതൃകയിലൂടെ മറക്കാതെ മുന്നേറാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഇന്ന് ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ ചിരിക്കലില്ല, ഇന്ന് അധ്യാപകർ ശിഷ്യഗണങ്ങളുടെ മുന്നിൽ ചിരിക്കലില്ല. എന്റെ പ്രിയമുള്ളവരെ, അതൊന്ന് മറന്നു വെച്ചിട്ട് മടങ്ങി വരാ. തന്റെ കുടുംബത്തിനോട്, തന്റെ നാട്ടുകാരോട്, തന്റെ സുഹൃത്തുക്കളോട്, തന്റെ വീട്ടുകാരോട്, തന്റെ സഹപാഠികളോട്, തന്റെ സഹചാരികളോട്, തന്റെ സഹായികളോട്, തന്റെ സുഹൃത്തുക്കളോട് പുഞ്ചിരിക്കുന്ന ഭൂമുഖവുമായി പ്രകാശം പരത്തുന്ന രീതിയിലൂടെ നടന്നു പോകാ. ഒരു പാഠം ഈ സമുദായം പഠിക്കണം കേട്ടോ. ലോകം മുഴുവൻ കീഴടക്കാനുള്ള പണം നിനക്ക് കടന്നു വരട്ടെ, അധികാരം നിനക്ക് കടന്നു വരട്ടെ, എന്ത് മറന്നാലും പുഞ്ചിരി കൈവിടല്ല. ഒരു പെണ്ണിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന സൗന്ദര്യത്തിന്റെ ഏറ്റവും വശീകരിക്കുന്ന ശക്തിയേറാ, ഏറ്റവും വശ്യമായ ശക്തിയേറാ. ഭർത്താവിനെ തന്റെ വലയിലാക്കാമെന്ന് കുടുംബത്തെ തന്റെ കീഴിലാക്കാം. തന്നോട് പിണങ്ങി കഴിയുന്നവരെ മുഴുവനും എന്റെ പെങ്ങളെ ഒരു മറുപുഞ്ചിരിയോട് നിന്റെ കീഴിൽ കൊണ്ടുവരാ. പെണ്ണെ നിനക്ക് കഴിയുന്നതാ. പക്ഷെ ഇന്ന് പെണ്ണ് ചിരിക്കാൻ മറന്നുപോയി. 10-20 കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവ് എല്ലുമറിയ പണിയെടുത്തിട്ട് കഷ്ടപ്പാടും കണ്ണീരുമായി കഴിഞ്ഞുകൂടി നിന്റെ കുടുംബം വീർപ്പിക്കാൻ, നിന്റെ മക്കളെ നോക്കാം, നിന്റെ കുടുംബം നോക്കാം, നോട്ടുകെട്ടുകളുമായി നാട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാം വാങ്ങി കഴിക്കാനും രസിക്കാനും സുഖിക്കാനുമല്ലാതെ പ്രിയതമന്റെ മുഖത്ത് നോക്കിയിട്ട് മറുപുഞ്ചിരി ഒന്ന് വിടത്തിലെക്കാൻ മറന്നുപോയ പെങ്ങളെ മടങ്ങി വന്നോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിക്കിടന്നുകൊണ്ട് പട്ടിണി കിടക്കുന്ന അലിയാടുകൾ സൂര്യനിൽക്കുന്ന മദീനയുടെ താഴ്വരകളെ ചെറ്റക്കൂരയുടെ കത്തേക്ക് കടന്നു വരുമ്പോ എന്തേ പ്രയാസം മുഴുവനും മറന്നുപോയതെന്തേ, മനസ്സ് പൊട്ടിപ്പോകുന്ന സങ്കടം മുഴുവനും മറന്നുപോയതെന്തേ. സീരിയൽ കണ്ട് ചിരി മറന്നുപോയ കാലേറ്റ് വന്ന പെങ്ങള്, പണക്കൊഴുപ്പ് കൊണ്ട് താഴ്മ മറന്നുപോയ കാലേറ്റ് വന്ന പെങ്ങള്, സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും വാത്സല്യം കാണിക്കാനും താഴ്മ കാണിക്കാനും വിനയം കാണിക്കാനും മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചുകൊള്ളുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സ് പൊട്ടിത്തകർന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് താടിരോമത്തിലൂടെ കണ്ണീരൊഴുക്കയിട്ട് നടന്നു വന്ന മരുഭൂമിയെ പോലെ ചുട്ട് വെള്ളിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന അലിയാടുകളെ തന്റെ സെറ്റക്കൂടയുടെ മുമ്പ് നിന്നുകൊണ്ട് പുഞ്ചിരി കൊണ്ട് തോൽപ്പിച്ചതാരാ? സ്നേഹനായവന്റെ കരളിന്റെ കഷണമേ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ. എല്ലാ സങ്കടങ്ങളും മറക്കാൻ, എല്ലാ വേദനകളും മറക്കാൻ, എല്ലാ നൊമ്പരങ്ങളും മറക്കാൻ അൽഹംദുലില്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു പുഞ്ചിരി കണ്ടാൽ അലി റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമായിരുന്നു.